അപ്പോൾ അച്ഛൻ എപ്പോഴും കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കും. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും, അനാഥാലയത്തിന് എഴുതി കൊടുക്കും. ഞാനും അച്ഛനും തമ്മിൽ അങ്ങനെ നമ്മളെ ഡ്രീം റൈഡർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പയ്യനെ കാണുന്നത്. എന്തായാലും പുള്ളിക്കാരൻ നിരന്തരമായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ എപ്പിസോഡ് കണക്കിന് വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട്. അച്ഛൻ എനിക്കൊന്നും തരുന്നില്ല, അച്ഛൻ എപ്പോഴും എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് നോക്കും, പിന്നെ അമ്മയെ കുറ്റം പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ഇഷ്യൂസ് ആണ്. ആ ഒരു കാര്യം കാണാനായിട്ട് എന്തായാലും ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലെങ്കിലും ബാക്കിയുള്ളവരുടെ കുടുംബത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അച്ഛനെ ഇത്രയും ദിവസം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ പുള്ളിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അച്ഛൻ എപ്പോഴും കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കും. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും, അനാഥാലയത്തിന് എഴുതി കൊടുക്കും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ചോദിക്കാറില്ല എൻ്റെ വീടിൻ്റെ ഷെയറോ വീടോ. അവിടെ നിന്നൊരു കസേര പോലും അവർ വാങ്ങിച്ചിട്ട് ഒരു കസേര പോലും ഞാൻ അവിടെ നിന്ന് എടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ എന്നിട്ട് വന്നപ്പോൾ എൻ്റെ ഒരു 4 കസേര അവിടെ കിടപ്പുണ്ട്. ആ 4 കസേരയ്ക്ക് പകരം എൻ്റെ വീട്ടിലൊരു ഡൈനിങ് ടേബിൾ ആയിപ്പോയി. അതൊരു ഫൈബറിൻ്റെ ഒരു ലോക്കൽ ഡൈനിങ് ടേബിൾ എൻ്റെ അടുത്തും ആയിപ്പോയി. 4 ചെയർ സജീവ് ഫർണിച്ചറിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്, അത് അവിടെ ആയിപ്പോയി. അത് കുഴപ്പമൊന്നുമില്ല, അവിടെ കിടന്നോട്ടെ, അവർ ഉപയോഗിച്ചോട്ടെ, എനിക്ക് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ ബാക്കി ഇട്ടിട്ട് വരുമായിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് എൻ്റെ ഉള്ള എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ടിറങ്ങാനാണ് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് പറഞ്ഞത്. അവർ കുഴപ്പമില്ല, അവർ ജീവിക്കട്ടെ. എന്തായാലും ഒരു വയസ്സാം കാലത്ത് മറ്റൊരാളുടെ ആശ്രയമില്ലാതെ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അച്ഛൻ അങ്ങനെയൊക്കെ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് എപ്പോഴും ഉണ്ട്. കാരണം ഒരു നല്ലൊരു വാച്ച് പോലും എനിക്ക് അച്ഛൻ വാങ്ങിച്ചു തന്നിട്ടില്ല. അതൊക്കെ നിനക്ക് വാങ്ങിച്ചുകൂടെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്കുണ്ടായിരുന്ന ബൈക്കായാലും എനിക്കുണ്ടായിരുന്ന കാറായാലും ഒരു മാസത്തെ ഫിനാൻസ് പോലും. ഓക്കെ, എന്തായാലും ഈ സംഭവങ്ങളൊക്കെ ലിറ്ററലി കുടുംബത്തിനകത്ത് നിൽക്കേണ്ട കാര്യമാണ്. കാര്യം സ്വന്തമായിട്ട് നാണം കെടാനായിട്ട് തയ്യാറാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അച്ഛനെ അമ്മയും കൂടെ പബ്ലിക്കിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കാതിരിക്കുക. കാര്യം അവർ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? കാര്യം ഇത് ഒരു മകനാവുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എല്ലായിടത്തും പറയുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാര്യം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തീർക്കാം. പക്ഷേ ഇതെന്തിനാണ് ഇതിങ്ങനെ വന്ന് നിരന്തരം ഇങ്ങനെ വന്നിരുന്ന വീഡിയോ ചെയ്യുന്നത്? എന്തായാലും പുള്ളിക്കാരൻ നല്ല വെള്ളവടിയാന്നൊക്കെയുള്ള രീതിയിലാണ് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നവരെ വന്നിരുന്നത് സംസാരിക്കുന്നത്. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ്. കാര്യം പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ പബ്ലിക്കിൽ കൊട്ടിഘോഷിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഫലം നാണക്കേട് വേറെ ഒന്നുമില്ല. കാര്യം ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് ആൾക്കാർ പറയുന്നതാണ് ഒന്ന് നിർത്തി പോകാവോ, നിനക്ക് നാണമില്ലേ എന്നൊക്കെ ഉള്ള രീതിയിലാണ്. അതായത് ഈ പയ്യന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് പകുതി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഏകദേശം 1,24,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ചാനലിന്. പിന്നെ അത് മാത്രമല്ല, ഈ പയ്യൻ പറയുന്നുണ്ട് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കി, എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് നാൾക്ക് മുന്നേ ഇവൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം കൂടെ അടിച്ചു പൊട്ടിച്ച് എനിക്ക് എന്തോ സമാധാനം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോ ഞാൻ കാണിക്കാം. എന്തായാലും ഹളിയുടെ ബാക്കി കഥയും കൂടെ കേട്ട് നോക്കാം. അടയ്ക്കാൻ വേണ്ടിയിട്ട് അവരാരും തന്നിട്ടില്ല, ഞാൻ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ചെയിൻ വാങ്ങിച്ചിടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതിൽ വിഷമം തോന്നുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തരക്കാരുള്ള ഫ്രണ്ട്സിനൊക്കെ ഇതൊക്കെ അവരച്ഛനമ്മമാർ ബൈക്കും ഇപ്പോൾ ചെയിനാണെങ്കിലും ഒരു സൈക്കിളാണെങ്കിലും അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര രൂപ ചിലവായിട്ടുണ്ട്, ഒന്നുമില്ല ഞാനത് പൊളിച്ചുകൊണ്ട് പോകും, ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കാശ് വേണമെന്ന് പറയും. കാരണം എനിക്ക് എൻ്റെ 2 പൊടി കുട്ടികളെ കൊണ്ട് എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല. അപ്പം മുടക്കിയ കാശെങ്കിലും എനിക്ക് കിട്ടണ്ടേ. അവർക്ക് റൂഫിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ അവരുടെ കയ്യിലൊക്കെ ഉള്ള കാശ് എനിക്ക് അന്ന് തന്നെ അങ്ങ് ഒഴിവാക്കുക എന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ റൂഫും കൊണ്ടേ പോകത്തോളന്ന്. ഞാനായിട്ട് ചിലവാക്കി ഇട്ട റൂഫാണ്. ഒന്നെങ്കിൽ എനിക്ക് അതിൻ്റെ പൈസ തരണം, അല്ലെങ്കിൽ ഞാൻ അത് പൊളിച്ചുകൊണ്ട് പോകുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ എത്രത്തോളം വിവരം ഉണ്ടെന്ന്. അപ്പോൾ 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് അവിടെ. ഒന്നുകിൽ ഈ വീട് എൻ്റെ ആരെങ്കിലും പേരിൽ എഴുതുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എൻ്റെ പേരിൽ എഴുതണ്ട, എൻ്റെ 2ാമത്തെ ആളുണ്ട് നമ്മുടെ നന്ദുമ്മയുടെ പേരിൽ എഴുതി വയ്ക്കാൻ പറഞ്ഞു. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കാശ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഡിസ്കഷനായി. ഇതിന് ഡിസ്കഷൻസിന് എൻ്റെ ഫാമിലിയും എൻ്റെ അമ്മയുടെ മൂത്ത ആങ്ങളെയും എൻ്റെ അച്ഛൻ്റെ ഇളയ ആങ്ങളെയൊക്കെ ആയിട്ടൊക്കെ ഡിസ്കഷനായി. അപ്പോൾ അവസാനം അച്ഛനും അവരുമായിട്ട് ഒരു തീരുമാനത്തിലെത്തി. എൻ്റെ ഇളയ മോളുടെ പേരിൽ നമ്മുടെ നന്ദുമ്മയുടെ പേരിൽ ഇത് എഴുതി തരാം എന്ന് പറയും. ഇപ്പൊ ഈ അച്ഛനും അമ്മയും എന്തുകൊണ്ടായിരിക്കും വീടും പുരയിടം ഒക്കെ എഴുതി തരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് ഉള്ളിൽ കാണും ഇതൊക്കെ എഴുതി തന്നിട്ട് നാളെ അവരെ നോക്കാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരെവിടെ പോകും. അത് തന്നെ ആയിരിക്കും മെയിനായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, നിനക്ക് ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ ആയതുകൊണ്ട് ഒരു കാരണവശാലും ഒരു അച്ഛനും അമ്മയും പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊന്നും എഴുതി തരത്തില്ല. അതുകൊണ്ടായിരിക്കും മകളുടെ പേരിൽ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞത്. അതായത് ഈ പയ്യൻ്റെ ഇളയ മോളുടെ പേരിൽ എഴുതി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് പുള്ളിയുടെ വലിയ വലിയ പ്രശ്നങ്ങൾ. ഇത് വന്നിരുന്ന് പബ്ലിക്കിൽ വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, സമ്മതിച്ച് തന്നിരിക്കുന്നത്. എൻ്റെ അടുത്തോ ഞാൻ പറയും ശരി എഴുതാതെ, എഴുതിയതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് കയറുള്ളൂ.
അങ്ങനെയെല്ലാം തീരുമാനത്തിലായപ്പോഴേക്കും വീണ്ടും ചമ്മി അവരൊക്കെ. വേറൊന്നുമില്ല, എൻ്റെ അമ്മയ്ക്ക് ഇവിടെ നിന്ന് ഒരു കോള് വന്നു. അത് കേന്ദ്രത്തിൽ നിന്നാണ് കോള് വന്നത്. അമ്മയുടെ കേന്ദ്രം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ മനസ്സിലാക്കി, ആണുങ്ങളല്ലാതെ ഞാൻ ഉദ്ദേശിച്ചത്. ആരോ ഒരു കോള് വന്നു ഉടനെ, അതെൻ്റെ ഫ്രണ്ട്സാണ് പറഞ്ഞു, ഒരു കോള് വന്നു, അങ്ങനെയാണ് ചേഞ്ചായി, ആൾ ചേഞ്ചായി. എന്നിട്ട് പറഞ്ഞു അപ്പം ഞാൻ അവന് ഇവിടെ നിന്ന് ഒന്നും എഴുതരില്ല, അപ്പനും അമ്മയും കൂടെ വാങ്ങിച്ചു കൊടുത്ത സ്ഥലമാണ്, സോ മകന് തരില്ല, അവർക്ക് ഞാൻ മുടക്കിയ കാശ് തരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് കൂടെ ഇത് ഇടയ്ക്ക് നിൽക്കാൻ വന്നു, കോംപ്രമൈസ് ചെയ്യാൻ വന്നവരെല്ലാം സത്യം പറഞ്ഞാൽ ചമ്മി പോയി. ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ് ഇത്, വേറെ ഒന്നുമല്ല. അച്ഛനും അമ്മയും ഒരു കാരണവശാലും ഇവന്റെ പേരിൽ എഴുതി കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കാര്യം ഇവന്റെ ഒരു ക്യാരക്ടർ വെച്ചതിന്റെ പേരിൽ തന്നെയാണ്. കാര്യം ഇവർ ആ മുന്നോട്ടുള്ള വീഡിയോസ് എല്ലാം പോയി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളും കൂടെ വ്യക്തത കിട്ടും. ഇനി കുറച്ച് നാൾക്ക് മുന്നേ, അതായത് 1-2 ആഴ്ചയ്ക്ക് മുന്നേ തന്നെ ഈ പയ്യൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഒരു കാര്യം പറഞ്ഞാണ് ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. അതൊന്ന് കണ്ടു നോക്കാം. 2 മക്കളുണ്ടായി കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുപോലെ കാണുക. എന്റെ സഹോദരിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം കൊടുത്തു, സ്ഥലമായിട്ടാണെങ്കിൽ കാശായിട്ടാണെങ്കിൽ സ്വർണ്ണം. അന്ന് എൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ കഥകൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക്. ഇന്ന് രാവിലെ ചിന്നു ഇവിടെ നിൽക്കുകയാണ്, ഞാൻ ബാത്റൂം കഴുകിക്കൂടി. ഇന്നത്തെ ഇൻസിഡന്റ് ഞാൻ പറയാം. ബാത്റൂം കഴുകിക്കൊണ്ട് നിൽക്കുക, ഇവിടെ മേലെ സ്റ്റാഫ് ലേഡീസ് ഒക്കെ ഉണ്ട്. അപ്പൊ പൂട്ടിയിട്ട് കഴുകിക്കൂടി ഇവരൊക്കെ ഇത് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ അവരവരെ സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യും. ആ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് വരുമ്പോൾ കയറാൻ പറ്റൂല. അമ്മ അവർ ചളിയുക, 2 പെണ്ണുങ്ങളുള്ളതാണ്. എൻ്റെ അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികളെ നോക്കാൻ പഠിച്ചിട്ട് ജോലിക്കാണ് പോണത്. അതിൽ നമുക്ക് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇന്ന് പിന്നെ എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഹൈ BP കയറും. രാവിലെ എന്നെ വീണ്ടും ഇറിറ്റേറ്റ് ചെയ്തു. ഞാൻ കഴിച്ചത് എനിക്ക് പിന്നെ ബന്ധങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ആരെയും ഉപദ്രവിക്കണ്ടെന്ന് തോന്നി. ഞാൻ അതിന് പകരമായിട്ട് ഞാൻ തന്നെ പിന്നെ ചെയ്തിട്ട സാധനങ്ങൾ ഞാൻ അടിച്ചു പൊട്ടിക്കില്ല എന്നല്ല ഞാൻ കാണിച്ചു തരാം. എനിക്കിപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർക്കുള്ള പ്രശ്നം എനിക്ക് 2 മക്കൾ അടുത്തടുത്തുണ്ടായിപ്പോയി. അത് 2 പെൺകുട്ടികളായിപ്പോയി. അതിനാണ് എന്നെ എൻ്റെ ഭാര്യയെ ടോർച്ചർ. സംഭവം എന്നല്ല, രാവിലെ എന്തോ വീട്ടിൽ വിഷയം നടന്ന സമയത്ത്, അതായത് എന്തോ ബാത്റൂം ക്ലീൻ അല്ലാത്തതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു വിഷയങ്ങൾ നടന്ന് രാവിലെ എണീറ്റ് ഇവൻ ആ വീട്ടിലുള്ള സാധനങ്ങൾ അടിച്ച് അങ്ങ് പൊട്ടിച്ച്. അതാണ് സംഭവം. എന്നിട്ട് അളിയൻ ലൈവായിട്ട് വീഡിയോ ഇട്ടിട്ട് പറഞ്ഞ ഡയലോഗുകളാണ്. കാര്യം മക്കളെ 2 മക്കളുണ്ടെങ്കിൽ പോലും ഒരേപോലെ തന്നെ നോക്കണം, എടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ കുറ്റമാണ് പറഞ്ഞത്. ഇനിയാണ് കോമഡിയാണ്, ബാക്കിയുടെ കാണാം. ഇതാണ്ടോ ഞാൻ ചെയ്തിട്ടാണ് അടിച്ചിട്ടുള്ളത്. ഇതിന്റെയൊക്കെ മെയിൻ ആൾക്കാർ ഇവരൊക്കെയാണ്. എന്തിനാണ് നമ്മളൊക്കെ എല്ലാ മക്കളെയും ഒരുപോലെ കാണുക? വയസ്സായി കഴിഞ്ഞാൽ കൊച്ചുമക്കളെ നോക്കി വീട്ടിലിരിക്കുക. 1 പ്രാവശ്യം പണി നിർത്തിച്ചതിന് ശേഷം എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തു. എന്നെ കല്യാണത്തിന് മുന്നേ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ട് ഞാൻ നാട് വിട്ടു പോകാം എൻ്റെ പരിപാടി. ഈ വീട് സ്ഥലം ഇന്നേ വരെ എൻ്റെ പേരിൽ എഴുതരാത്ത വേറൊന്നും കൊണ്ടല്ല, ഞാൻ അവരെ നോക്കുക എന്നുള്ള പേടി കൊണ്ടാണ്. നോക്കെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. എനിക്കത് കുഴപ്പമില്ല. എൻ്റെ എപ്പോഴും പ്രശ്നമാകുമ്പോൾ ഇറങ്ങിപ്പോന്ന് പറയും. മറ്റുള്ളവരുണ്ടാക്കിയിട്ട് എനിക്ക് അനുവിന് താല്പര്യമില്ല. 4 വർഷം കൊണ്ട് പൊട്ടിച്ച പൈസ ഉണ്ടെന്ന് ഇതിനേക്കാളും ബംഗ്ലാവ് പണിയായിരുന്നു. ഇവന്റെ ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് ഇവന്റെ അച്ഛനും അമ്മയും ഈ പറയുന്ന പയ്യന്റെ പേരിൽ വീട് എഴുതി കൊടുക്കാത്തത്. അത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണമില്ലേ? ആ അമ്മയുടെ മറ്റേ വീഡിയോ ആയാലും, അത് മാത്രമല്ല ആ വീട്ടിൽ അടിച്ചു പൊട്ടിച്ച സാധനമായാലും എടുത്ത് പബ്ലിക്കിനെ മുന്നിൽ കാണിക്കുമെന്ന് പറയുമ്പോൾ ഇതിൽ പരം ഒരു നാണക്കേടുണ്ടോ? അവർ റോഡിൽ കൂടെ അവർ ഇറങ്ങി പോകുമ്പോഴത്തേക്ക് അവരെന്തുമാത്രം ഇൻസൾട്ടിങ് നാട്ടുകാരുടെ മുന്നിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ബോധവുമില്ലാതെയാണ് പെരുമാറുന്നത്. ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്, അച്ഛനും ഞാനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അതായത് ഇത്രയും ദിവസം വന്നിരുന്ന എപ്പിസോഡ് കണക്കിനിരുന്ന് കുറ്റം പറഞ്ഞിട്ട് ഇന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല അതാന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഉളുപ്പുണ്ടോ എന്നായിരുന്നു ആലോചിക്കുന്നത്. ഇതിൽ വാക്കിടെ കണ്ടുനോക്കാം. അപ്പൊ അച്ഛനും ഞാനായിട്ട് ചെറിയ ഇതായിരുന്നു. അച്ഛൻ ഇങ്ങോട്ട് വരുമോ? എന്താണ് രാവിലെ പരിപാടി? എന്താണ് സൈഡ് മതിൽ കിട്ടണം മക്കളെ, അത് കൊണ്ട് വേരമാക്കുന്നത്. അച്ഛനും ഞാനും തമ്മിൽ വല്ല പിണക്കം ഉണ്ടോ? അച്ഛൻ എന്റെ അടുത്ത് ഒരു പിണക്കം വല്ല ഉണ്ടോ? ഒരു പിണക്കമില്ല, അമ്മയ്ക്കും പിണക്കമില്ല. എനിക്ക് അച്ഛൻ്റെ അടുത്ത് വല്ല പിണക്കം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്? ഇല്ല, അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഞാൻ പിണക്കം തീത്താണെല്ലാം ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഹാപ്പി ആണല്ലോ? ഹാപ്പിയാണ്. ഞാൻ എടാ ഒന്ന് ഒരു സെക്കൻഡ് ഇപ്പുറത്ത് വന്നേക്കോ. എന്നെ കണ്ടില്ലല്ലോ. തന്നെ സന്തോഷമുള്ള നിമിഷങ്ങളാണ്. സന്തോഷത്തോടെയാണ് എല്ലാം നടക്കും. ഞാനും അച്ഛനും തമ്മിൽ അങ്ങനെ നമ്മളെ അച്ഛൻ വീരഭദ്രൻ ചില സമയം മാത്രം അച്ഛനെ ചതിക്കും അല്ലേ അച്ഛൻ? അതെല്ലാം മതിയാക്കി ഓണത്തോടെ മതിയാക്കി. അച്ഛനെ ഇന്നാളത്ത് സത്യം പറഞ്ഞാൽ കുറെ ദിവസം ഹാപ്പി ആയിട്ട് കാണുന്നു. ഞാനും ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ കസിന്റെ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് ഇവിടത്തേക്ക് ആയിട്ടൊന്നുമില്ല, പെയിന്റിങ്ങിനായിട്ട് വന്നപ്പോൾ രാവിലെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുന്നു. അതൊക്കെ നല്ല കാര്യം. എന്ത് തോന്നുന്നു? നിങ്ങൾ തന്നെ പറയണം. ഇത്രയും ദിവസം വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ അനാവശ്യം പറഞ്ഞിട്ട് ഈ പയ്യൻ ഇപ്പം വന്നിട്ട് പെട്ടെന്ന് തന്നെ അച്ഛനെ കെട്ടിപ്പിടിച്ച് അച്ഛന് ചില സമയത്ത് വെള്ളം അടിക്കുമ്പോഴുള്ള പ്രശ്നമേ ഉള്ളൂ, അച്ഛന് ഞാനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പബ്ലിക്കിന് മുന്നിൽ വന്ന് ഇവരെ പറ്റി കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് കാണിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ നാണമില്ലെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. കാര്യം അവരെന്തിനാണ് വെറുതെ വന്ന് ഇൻസൾട്ട് ചെയ്യുന്നത്?
അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പോട്ടെ. കാര്യം പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഒരു അവസരം ഉണ്ടാക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കാര്യം വെറും നാണം കെട്ടൊരു പരിപാടിയാണ്. കുറച്ച് ദിവസത്തിന് മുന്നേ ഒക്കെ ഇട്ട വീഡിയോയുടെയൊക്കെ തമ്മിൽ ഞാൻ ഇവിടെ വയ്ക്കാം. അതിനകത്ത് തന്നെ വ്യക്തമാകാൻ പറ്റും ഈ കാണിച്ചു കൂട്ടിയൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന്. അപ്പോൾ എന്തായാലും ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.